നമസ്കാരം. ഇന്ന് വിശുദ്ധ ബൈബിളിലെ ഒരു സംഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇസ്രായേലിലെ രാജാക്കന്മാർ ദാവീദിനെ പോലെ മോശയുടെ ന്യായപ്രമാണം അനുസരിക്കേണ്ടതുണ്ടെന്ന് ആഹാബ് രാജാവ് പഠിക്കണമായിരുന്നു. തൻ്റെ തെറ്റുകൾ തിരുത്തുവാൻ തയ്യാറായാൽ ദുഷ്ടനായ ആഹാബിനോട് പോലും ദൈവം കരുണ കാണിക്കും. കരുണ കാണിക്കാത്ത ദുഷ്ടനായ ആഹാബ് രാജാവിനെ ദൈവം ശിക്ഷിച്ച ഒരു സംഭവമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നബോത്ത് എന്ന ഒരാളിന് ആഹാബ് രാജാവിൻ്റെ ഇസ്രായേലിലുള്ള കൊട്ടാരത്തിന് സമീപം ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ഒരു ദിവസം ആഹാബ് നബോത്തിനോട് പറഞ്ഞു, നിൻ്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരിക, അത് എൻ്റെ കൊട്ടാരത്തിന് സമീപമാകുന്നുവല്ലോ. എനിക്ക് അവിടെ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കണം. ഞാനതിനു പകരം മറ്റൊരു നിലം നിനക്ക് തരാം, അല്ലെങ്കിൽ ന്യായമായ വില തന്നുകൊള്ളാം. ഈ മുന്തിരിത്തോപ്പ് എനിക്കെൻ്റെ പിതാവിൽ നിന്ന് ലഭിച്ചതാണ്. നബോത്ത് വളരെ വിനീതമായി ആഹാബ് രാജാവിനോട് പറഞ്ഞു, അത് അങ്ങയ്ക്ക് നൽകുവാൻ യഹോവ എന്നെ അനുവദിക്കുന്നില്ല. ആഹാബ് ഉടനെ കൊട്ടാരത്തിലേക്ക് പോയി. അവൻ നബോത്തിൻ്റെ മറുപടിയിൽ ദുഃഖിതനും കോപിഷ്ഠനുമായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാതെ തൻ്റെ കിടക്കയിൽ ഭിത്തിയിലേക്ക് നോക്കി അവൻ കിടന്നു. ആഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബേൽ അടുത്തു വന്നു ചോദിച്ചു, നീ വിഷമിച്ചിരിക്കുന്നതെന്ത്? എന്തുകൊണ്ടാണ് ആഹാരം കഴിക്കാത്തത്? ആ നബോത്താണ് കാരണക്കാരൻ. അവൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ വിലയ്ക്ക് ചോദിച്ചു. വേണമെങ്കിൽ പകരം മറ്റൊരു തോട്ടം നൽകാമെന്നും പറഞ്ഞു. പക്ഷേ അവൻ അത് എനിക്ക് തരികയില്ലെന്ന് പറഞ്ഞു. ആഹാബ് ഇസബേലിനോട് മറുപടി പറഞ്ഞു, അത് കൊള്ളാം, അങ്ങല്ലേ ഇവിടുത്തെ രാജാവ്. ഇസബേൽ പറഞ്ഞു, കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് ധൈര്യമായിരിക്കുക, നബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ഞാൻ വാങ്ങിത്തരാം. അതിനുശേഷം ആഹാബിൻ്റെ പേര് വെച്ച് ഇസബേൽ കുറേ കത്തുകൾ എഴുതി. രാജാവിൻ്റെ മുദ്രയും വെച്ച് ഇസ്രായേലിലെ ചില പ്രമുഖ വ്യക്തികൾക്ക് ആ കത്തുകൾ അയച്ചു. കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ഒരു ഉപവാസ ദിവസം നിശ്ചയിക്കുക, ജനത്തെ വിളിച്ചുകൂട്ടി നബോത്തിന് മാന്യമായ സ്ഥാനം നൽകുക. അപ്പോൾ ദുഷ്ടമനുഷ്യർ നബോത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കട്ടെ. ദൈവത്തെയും രാജാവിനെയും അവൻ നിന്ദിച്ചു എന്ന് അവർ പറയട്ടെ. പിന്നെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇതായിരുന്നു രാജാവിൻ്റെ മുദ്ര വെച്ച ആ കത്തിലെ ഉള്ളടക്കം. ഇത് തയ്യാറാക്കിയത് ആഹാബ് രാജാവിൻ്റെ ഭാര്യ ഇസബേൽ രാജ്ഞിയാണ്. ഇസബേൽ കൽപ്പിച്ചതൊക്കെ നടപ്പിലായി. നബോത്തിനെ കല്ലെറിഞ്ഞു കൊന്നു. ഇസ്രായേലിലെല്ലാം നബോത്ത് കൊല്ലപ്പെട്ടു എന്ന വാർത്ത പരന്നു. ഇതറിഞ്ഞപ്പോൾ ഇസബേൽ ആഹാബിനോട് പറഞ്ഞു, നബോത്ത് മരിച്ചു. നിനക്ക് തരുവാൻ മടിച്ച മുന്തിരിത്തോട്ടം ഇപ്പോൾ പോയി കൈവശമാക്കിക്കൊള്ളുക. ഉടനെ തന്നെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കുവാൻ ആഹാബ് രാജാവ് പുറപ്പെട്ടു. അപ്പോൾ യഹോവ പ്രവാചകനായ ഏലിയാവിനോട് പറഞ്ഞു, ശമരിയയിൽ ആഹാബ് രാജാവിൻ്റെ അടുക്കലേക്ക് പോകുക. നീ അവനെ നബോത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വെച്ച് കാണും. അവനത് സ്വന്തമാക്കുവാൻ ഒരുങ്ങുകയാണ്. അവനോട് നീ നബോത്തിനെ കൊന്നിട്ട് അവൻ്റെ വസ്തു സ്വന്തമാക്കുവാൻ ശ്രമിക്കുന്നുവോ എന്ന് ചോദിക്കുക. നബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച് അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവ നിൻ്റെ രക്തവും നക്കിക്കുടിക്കും. യഹോവയാണ് ഇത് അരുളി ചെയ്യുന്നത് എന്ന് അവനോട് പറയുക. യഹോവ കൽപ്പിച്ചതുപോലെ ഏലിയാ പ്രവാചകൻ ആ സ്ഥലത്തെത്തി. ആഹാബ് ഏലിയാവിനെ കണ്ടപ്പോൾ, എൻ്റെ ശത്രുവിനെ ഞാൻ എങ്ങനെ ഇവിടെയും കണ്ടുമുട്ടി എന്ന് ചോദിച്ചു. യഹോവയുടെ ദൃഷ്ടിയിൽ തെറ്റു മാത്രമാണ് നീ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വലിയ അനർത്ഥം നിനക്ക് വരുത്തും. നിൻ്റെ കുടുംബത്തിലുള്ള കുട്ടികളെയും യുവാക്കളെയും വൃദ്ധന്മാരെയും ഒരുപോലെ ഞാൻ നശിപ്പിക്കും എന്ന് യഹോവ നിന്നോട് പറയുന്നു. ഏലിയാ പ്രവാചകൻ ആഹാബിനോട് മറുപടി പറഞ്ഞു. തൻ്റെ ദുഷ്ടതകളെക്കുറിച്ച് അനുദപിക്കുവാൻ ഏലിയാവിൻ്റെ ഈ വാക്കുകൾ ആഹാബിന് ഇടയാക്കി. ആഹാബ് കുറച്ചു നേരത്തേക്ക് ചാക്ക് പുതച്ച് ആഹാരം വെടിഞ്ഞിരുന്നു. അപ്പോൾ യഹോവ ഏലിയാ പ്രവാചകനോട് പറയുന്നു, ആഹാബ് സ്വയം എൻ്റെ മുമ്പാകെ വിനയപ്പെടുത്തിയത് കണ്ടുവല്ലോ. അതുകൊണ്ട് അവൻ്റെ ജീവകാലത്ത് ഞാൻ അവന് അനർത്ഥം വരുത്തുകയില്ല. അവൻ്റെ പുത്രൻ്റെ ജീവകാലത്ത് ആഹാബിൻ്റെ കുടുംബത്തിന് ഇത് സംഭവിക്കും. ഇത് സാധുവായ ഒരു മനുഷ്യൻ്റെ മൃദുസ്വത്തായ മുന്തിരിത്തോട്ടം കൈവശമാക്കുവാൻ നടത്തിയ കൊടും ചതിയുടെയും
കൊടും കൊലപാതകത്തിൻ്റെയും പരിണിതഫലം അടങ്ങുന്ന ഒരു വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവമാണിത്. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.